السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ആദരണീയരായ മുസ്ലിമീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കേണ്ട വിധത്തിൽ സൂക്ഷിക്കണമെന്ന് ആദ്യമായിട്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമീപത്തുണ്ട്. നാം കേൾക്കുന്ന, നാം പറയുന്ന കാര്യങ്ങളും നാം പ്രവർത്തിക്കുന്ന ചെയ്തികളും എല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. നമ്മുടെ മനസ്സിലുള്ള വിചാരങ്ങൾ പോലും അറിയുന്നവനാണ്, കൃത്യമായിട്ട് അറിയുന്നവനാണ്. കണ്ണുകളുടെ കട്ടുനോട്ടങ്ങളും ഈ രൂപത്തിൽ എല്ലാ വിധത്തിലും നമ്മെ അടുത്തറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന ബോധ്യത്തോടുകൂടി നാം ഓരോരുത്തരും അല്ലാഹുവെ സൂക്ഷിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറു മിൻ ദിക്രി ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന, ഇല്ലാതാക്കി കളയുന്ന മരണത്തെക്കുറിച്ചുള്ള വിചാരം നിങ്ങൾ വർദ്ധിപ്പിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹയും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസിൽ വന്നതാണിത്. എല്ലാവർക്കും മരണം വന്നെത്തും. സാലിഹായിട്ടുള്ള മനുഷ്യനാണെങ്കിൽ അവന്റെ അടുക്കൽ സ്വീകരിക്കാൻ വരുന്ന മലക്കുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. മലായികതു ബീദുൽ വുജൂഹ്, നല്ല വെളുത്ത മുഖമുള്ള മലക്കുകളായിരിക്കും ഒരു സാലിഹായിട്ടുള്ള മനുഷ്യന്റെ റൂഹിനെ വരവേൽക്കാൻ വരിക. അവർ വന്നുകൊണ്ട്, ആ സാലിഹായ മനുഷ്യന്റെ അടുക്കൽ വന്നുകൊണ്ട് ഇരിക്കും. കണ്ണെത്തും ദൂരത്ത് അവർ നിറയെ വന്നുകൊണ്ടിരിക്കും. എന്നിട്ട് സാലിഹായ ആ മനുഷ്യന്റെ റൂഹ് പിടിക്കുന്നതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരു പാത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഗ്ലാസിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഗ്ലാസിൽ കൂടെ ഒരു വെള്ളത്തുള്ളി ഉറ്റി ഇറങ്ങുന്നത് പോലെയാണ് റൂഹ് പുറത്തേക്ക് വരിക, വളരെ സുഗമമായ രൂപത്തിൽ. എന്നാൽ ഒരു ഫാജിറായിട്ടുള്ള, തെമ്മാടിയായിട്ടുള്ള, ദുനിയാവിൽ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ റൂഹിനെ
പിടിക്കാൻ വേണ്ടി വരുന്നത് കിങ്കരന്മാരായിട്ടുള്ള മലക്കുകളാണ്. പരുക്കന്മാരായിട്ടുള്ള കറുത്ത മുഖമുള്ള മലക്കുകൾ അങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വേദനിപ്പിച്ചുകൊണ്ടാണ് ആ റൂഹിനെ പുറത്തെടുക്കുന്നത്. വിശദമായിട്ട് ഈ കാര്യങ്ങൾ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ സാലിഹായ ഒരു മനുഷ്യനാണെങ്കിൽ മലക്കുൽ മൗത്ത് റൂഹിനെ പിടിക്കാൻ വരുന്ന സമയത്ത് റൂഹിനെ പിടിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുകൊണ്ടിരിക്കും, ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ വേഗത്തിൽ തന്നെ കൊണ്ടുപോയിക്കൊള്ളുക. അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ആ ജനാസ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് സഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്, ബുഖാരിയിൽ തന്നെ കാണാൻ കഴിയും. എന്നാൽ ഫാജിറായ തെമ്മാടിയായ മനുഷ്യനാണെങ്കിൽ വൈലക്കും, അത് പറഞ്ഞുകൊണ്ടിരിക്കും, ആ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾ എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ഐന തദ്ഹബൂന ബിഹ, എവിടേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? പോകാൻ അള്ളാഹുവിന്റെ അടുക്കലേക്കുള്ള, അള്ളാഹുവിന്റെ ശിക്ഷയിലേക്കും അദാബിലേക്കുമുള്ള എത്തുന്നതിനുള്ള ഭയത്താലാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ് ഹദീസുകളിൽ വന്നിട്ടുള്ളത്. അപ്പോ ഒരു സാലിഹായിട്ടുള്ള ഒരു മനുഷ്യനായി തീരാൻ മരണസമയത്ത് ഏറ്റവും നല്ല രൂപത്തിൽ മരിച്ചു പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. കാരണം ഈ ദുനിയാവ് ദുനിയാവ് എന്നുള്ളത് ആഖിറത്തിലേക്കുള്ള കൃഷിയിടം മാത്രമാണ്. ഇവിടെ നമുക്ക് കൃഷി ചെയ്യലാണ് നമ്മുടെ ഡ്യൂട്ടി. ഇവിടെ നമ്മൾ പണിയെടുക്കണം. അതിനനുസരിച്ച് നമുക്ക് ആഖിറത്തിൽ വിള കൊയ്യാം. അവിടെ അതിന്റെ പ്രതിഫലവും അതിന്റെ സമറാത്തുകൾ ഫലങ്ങളും നമുക്ക് നേടിയെടുക്കാം. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ വളരെയധികം നമ്മൾ ശുഷ്കാന്തി കാണിക്കേണ്ടതുണ്ട്. എപ്പോഴും മരണം എന്നുള്ളത് നമ്മുടെ കൺമുമ്പിൽ ആ കാര്യം വേണം. എപ്പോഴും നമ്മുടെ ചിന്തയിൽ, മനസ്സിൽ മരണമുണ്ടാകണം. അതാണ് നമ്മൾ ദീനിയായിട്ട് നന്നായി തീരാൻ, മാറ്റങ്ങൾ വരാൻ വേണ്ടി ഏറ്റവും വലിയ കാര്യം. ഒരിക്കൽ സലഫുകളിൽപ്പെട്ട, മുൻഗാമികളിൽപ്പെട്ട ഒരു ഇമാം ദീനിയായിട്ട് മതപരമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ ഉപദേശിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അയാളെ വിളിച്ചുകൊണ്ട് ഖബർസ്ഥാനിലേക്ക് പോയി. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ഈ സ്ഥാനത്ത്, ഇന്ന് ഈ ഖബറിൽ കിടക്കുന്ന ആളുകളുടെ സ്ഥാനത്താണ് നീ എങ്കിൽ നീ എന്തായിരിക്കും ചിന്തിക്കുക എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി, ലിഅഅമല സാലിഹൻ കൈ അർജിഅ ഇല ദുനിയ, ദുനിയാവിലേക്ക് ഒന്ന് മടങ്ങി കിട്ടണം. ലിഅഅമല സാലിഹൻ, സാലിഹായ അമലുകൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ദുനിയാവിലേക്ക് ഒരു ചെറിയൊരു മടക്ക ലഭിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞു. അപ്പോ ആ ഇമാം അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം, അൻതൽ ആന ഫീമാ തതമന്ന, നീ ഇപ്പോൾ ഉള്ളത്, നീ ആഗ്രഹിക്കാൻ പോകുന്ന ആ കാര്യത്തിലാണ് നീ ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ നിനക്കിപ്പോൾ അതിനുള്ള അവസരമുണ്ട്. ഇനി സാലിഹായ അമലുകൾ പ്രവർത്തിക്കാൻ അവസരമുണ്ട്. എന്നാൽ മരിച്ചു പോയതിനു ശേഷം അക്രമം പ്രവർത്തിച്ച, സ്വന്തം നഫ്സുകളോട് അക്രമം പ്രവർത്തിച്ചു പോയ ആളുകൾ പറയുന്ന കാര്യം സൂറത്ത് മുഅ്മിനൂനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത്, അവരുടെ അടുക്കൽ മരണം വന്നെത്തും. ഖാല റബ്ബിർജിഊൻ, അങ്ങനെ മരണം വന്നെത്തി കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യം, റബ്ബേ എന്നൊന്നും ദുനിയാവിലേക്ക് ഒന്ന് മടക്കി തരണം. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്, ഞാൻ സാലിഹായ അമലുകൾ പ്രവർത്തിച്ചേക്കാം, ബാക്കിയുള്ള എനിക്ക് നീ നൽകുന്ന തുച്ഛമായ സമയത്ത് സാലിഹായ അമലുകൾ ഞാൻ ധാരാളം പ്രവർത്തിച്ചു കൊള്ളാം എന്ന് പറയും. കല്ല, ഒരിക്കലുമില്ല. ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ, അത് പറയാൻ പറ്റുന്ന ഒരു വാക്ക് മാത്രമാണ്. അള്ളാഹുവോട് അങ്ങനെ ആവശ്യപ്പെടാൻ പറ്റുമെന്ന് മാത്രം.
എന്നാൽ അതിനുള്ള അവസരം ലഭിക്കുകയില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അമലുകളില്ല. മരണശേഷം ഹിസാബും ജസാഉം മാത്രമാണ്, വിചാരണയും അതുപോലെ തന്നെ പ്രതിഫലം നൽകലും മാത്രമാണ്. അപ്പോ നമുക്ക് ബാക്കിയുള്ള തുച്ഛമായിട്ടുള്ള ഈ ദുനിയാവിലെ ആയുസ്സിൽ സാലിഹായ അമലുകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ അത്യധികം പരിശ്രമിക്കണം. അതുപോലെ തന്നെ ഈ ദുനിയാവ്, അതിൽ നിന്ന് നമ്മൾ വിരക്തി കാണിക്കണം. ഈ ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിലയും അതിന് കൽപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, ലൗ കാനത്തി ദുനിയ തഅദിലു ഇൻദല്ലാഹി ലൗ കാനത്തി ദുനിയ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊദത്തിൻ മാ സഖാ കാഫിറൻ ശർബത മാ. ദുനിയാവിന് അല്ലാഹുവിന്റെ അടുക്കൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ വിലയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാഫിറിന് ഒരർക്ക് വെള്ളം പോലും അല്ലാഹു നൽകുമായിരുന്നില്ല. അപ്പോൾ ദുനിയാവ്, അതിൽ നിന്ന് നമ്മൾ വിരക്തി കാണിക്കണം. ആഖിറത്തിലേക്ക് നമ്മൾ മുന്നിടുകയും അതിൽ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായിട്ട് ഞാൻ ഉണർത്തുകയാണ്. പിന്നെ നമുക്കിന്ന് ഇവിടെ സംസാരിക്കാനുള്ള വിഷയം, അത് മതം പഠിക്കുന്നതിനെ കുറിച്ച്, അതിന്റെ ആവശ്യകത. നമ്മുടെ കുട്ടികളെയും, നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുട്ടികളെയും ദീനി വിദ്യാഭ്യാസത്തിലേക്ക്, ഇൽമിലേക്ക് നമ്മൾ പ്രേരിപ്പിക്കുകയും അതിലേക്ക് വിടുകയുമാണ് വേണ്ടത്. എന്നാൽ ദുനിയവിയായിട്ടുള്ള മദാരിസുകൾ, അതിന്റെ പാഠശാലകൾ അല്ലെങ്കിൽ മദ്രസകൾ, അവിടെയൊക്കെയുള്ള ദീനിയായിട്ടുള്ള മഫാസിദുകൾ, ഒരുപാട് ദീനിന് എതിരാകുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതെന്തൊക്കെയാണെന്നും നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഏത് രൂപത്തിലാണ് നമ്മൾ ദീനി വിദ്യാഭ്യാസം സ്വീകരിക്കേണ്ടത്, ഇതുപോലുള്ള കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞു പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ വിഷയത്തിൽ അഥവാ ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രസംഗം എന്ന വിഷയത്തിൽ എനിക്ക് ധാരാളം പരിചയമൊന്നുമില്ല. വളരെ അല്പം മാത്രമേ ജനങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിച്ചിട്ട് ശീലമുള്ളൂ. അതുകൊണ്ട് ഈ വിഷയത്തിൽ തപ്പിത്തടയലോ അല്ലെങ്കിൽ ഒഴുക്കില്ലായ്മയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അത് ഈ വിഷയത്തിലുള്ള പരിചയക്കുറവ് മൂലം മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ശരി, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നിഅമത്തായിട്ട് നൽകിയതാണ്, അനുഗ്രഹമായിട്ട് നൽകിയതാണ് മക്കൾ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് ആയത്തുകൾ അത് പറഞ്ഞിട്ടുണ്ട്. യഹബു ലിമൻ യശാഉ ഇനാസൻ വയഹബു ലിമൻ യശാഉ ദുകൂർ. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് ദാനമായിട്ട് അല്ലാഹു പെൺകുട്ടികളെ നൽകും. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ദാനമായിട്ട് അവൻ ആൺകുട്ടികളെയും നൽകും. ഔ യുസവ്വിജുഹും ദുക്റാനൻ വ ഇനസ. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആളുകൾക്ക് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ചേർത്ത് രണ്ടിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. വയജ്അലു മൻ യശാഉ അഖീമ. അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ എന്ത് ചെയ്യും? കുട്ടികളില്ലാത്തവരാക്കിയും തീർക്കും. അപ്പൊ അള്ളാഹുവിന്റെ ഹിബത്താണ്, ദാനമാണെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. മക്കൾ, ഈ നിഅമത്ത് ഒരുപാട് ആയത്തുകളിൽ ആവർത്തിച്ച് നമ്മൾ ഉണർത്തുന്നുണ്ട്. വബനീന ശുഹൂദ. നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള നിഅമത്തുകൾ എടുത്തു പറയുന്നിടത്ത് അള്ളാഹു പറഞ്ഞു, നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് സാക്ഷികളാകുന്ന മക്കളെയും നൽകിയിട്ടുണ്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ മുദ്ദസ്സിറിൽ. അഥവാ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് എപ്പോഴും ഹാജരാകുന്നത്, നമുക്ക് വേണ്ടി വരുന്നത് മക്കളാണ്. അങ്ങനെയുള്ള മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നാം നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യമാണ്,
യബ്ന ആദം, മനുഷ്യ, അലം അജ്അൽ ലക സമഅൻ വബസറ, ഞാൻ നിനക്ക് കേൾവിയും കാഴ്ചയും നൽകിയിട്ടില്ലേ? വമാലം വവലദ, സമ്പത്തും സന്താനവും നിനക്ക് നൽകിയിട്ടില്ലേ എന്ന് ചോദിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ കുട്ടികൾ, മക്കൾ എന്നുള്ള ആ നിഅമത്ത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. എല്ലാ നിഅമത്തുകളെ കുറിച്ചും എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ചും ചോദ്യം ചെയ്യപ്പെടും. അതിൽ പ്രധാനമായിട്ടും കുട്ടികളെ കുറിച്ച്, എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, അന്നേ ദിവസം ഖിയാമത്ത് നാളിൽ അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. സഗറ ഔ കബർ, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ നിഅമത്തുകളും ചോദ്യം ചെയ്യപ്പെടും. അതിൽ കുട്ടികളും ചോദ്യം ചെയ്യപ്പെടും. അമാനത്തായിട്ടാണ് നമ്മുടെ കൈകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടികൾ നൽകിയിട്ടുള്ളത്. അമാനത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മാ മിൻ അബ്ദിൻ യസ്തറഈഹില്ലാഹു റഈയതൻ, ഏതൊരടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ കീഴിൽ ആളുകളെ നിശ്ചയിച്ചു കൊടുത്തോ, അഥവാ മക്കളെയും ഭാര്യമാരെയും ഒക്കെ നിശ്ചയിച്ചു കൊടുത്തോ, സുമ്മ ലം യുഹിത്ഹാ ബിനുസ്ഹിഹി, എന്നിട്ട് അങ്ങേയറ്റം ഗുണകാംക്ഷ കൊണ്ട് അവരെ വലയം ചെയ്യുന്നില്ലെങ്കിൽ, ലം യറ റائحة الجنة, അയാൾക്ക് സ്വർഗത്തിന്റെ പരിമളം ലഭിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് ബുഖാരിയിലും മുസ്ലിമിലും വന്നിട്ടുള്ള മഅഖിൽ ഇബ്നു യസാറിന്റെ ഹദീസാണ്. അപ്പോ വലിയ അമാനത്താണ് നമ്മുടെ കൈകളിൽ ഭാര്യമാരും അതുപോലെ തന്നെ മക്കളും ഇവരെല്ലാവരും തന്നെ. ഇതിന്റെ കാര്യത്തിൽ നമ്മൾ യഥാവിധം ദീനി നിർദ്ദേശങ്ങൾ കൈക്കൊണ്ടിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ള കാര്യം നാം സൂക്ഷിക്കേണ്ടതുണ്ട്. എന്താണ് ഇന്നത്തെ സാഹചര്യം, അല്ലെങ്കിൽ ഇന്നത്തെ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ എന്താണ്? എല്ലാവരും തന്നെ, പ്രത്യേകിച്ചും അറബ് നാടുകളല്ലാത്ത അനറബി നാടുകളിൽ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്നുള്ളത്, അവരെല്ലാവരും തന്നെ ദുനിയാവിന്റെ വിദ്യാഭ്യാസത്തിലേക്കും അതുപോലെ തന്നെ അതിന്റെ പളവളപ്പുകളിലേക്കും കുട്ടികളെ സജ്ജരാക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികൾക്ക് അവർ സംസാരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ അവരുടെ കൈകളിൽ ഇംഗ്ലീഷ് പഠിക്കാനും അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള ആ അറിവുകളിലേക്കുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ കൈകളിൽ വെച്ചു കൊടുക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ആ പ്രായത്തിൽ തന്നെ പഠനം, ഭൗതിക പഠനം സാധ്യമാകുന്ന സ്കൂളുകൾ, പ്ലേ സ്കൂളുകൾ, അതുപോലുള്ള സ്കൂളുകളിലേക്കൊക്കെ വളരെ ശുഷ്കാന്തി കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇതേ സമയത്ത് ദീനിന്റെ ഭാഗം, ആ വിഷയത്തില് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളും സഹാബിമാരുടെ അവർ ചെയ്തു കാണിച്ചിരുന്ന രൂപങ്ങളും നമ്മുടെ എവിടെയും ചർച്ചയ്ക്ക് വരുന്നില്ല. എത്രത്തോളം മിമ്പറുകളിൽ നിന്ന് പോലും മെയ് ജൂൺ മാസങ്ങളിൽ പതിവായിട്ട് നമ്മൾ കേൾക്കാൻ കഴിയുന്നത് ഭൗതിക വിദ്യാഭ്യാസങ്ങളിലേക്കുള്ള അമിതമായ പ്രോത്സാഹനങ്ങളാണ്. ഇവിടെ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ, ദീനിയായിട്ടുള്ള ചില നിർദ്ദേശങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. ആദ്യമായിട്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തുഹ്ഫത്തുൽ മൗലൂദ് എന്ന കിതാബിൽ അദ്ദേഹം പറഞ്ഞ കാര്യം, وَإِذَا كَانَ وَقْتُ نُطْقِهِمْ فَلْيُنْطِقُوا فَلْيُلَقِّنُوا لَا إِلَهَ إِلَّا اللَّهُ. കുട്ടികൾ അവരെ സംസാരിക്കാൻ പ്രായമായി കഴിഞ്ഞാൽ, അവരുടെ സംസാരിക്കാനുള്ള സമയമെത്തിക്കഴിഞ്ഞാൽ അവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തൽഖീൻ ചെയ്തു കൊടുക്കണം, ചൊല്ലിക്കൊടുക്കണം. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതും തൽഖീൻ ചെയ്തു കൊടുക്കണം. വലിയകുൻ അവ്വല മാ യുഖറ
മസാമിഉഹും മഅരിഫത്തുല്ലാഹി സുബ്ഹാനഹു വ തൗഹീദുഹു. കുട്ടികളുടെ അവരുടെ ചെവികളിൽ ആദ്യമായിട്ട് മുഴങ്ങി കേൾക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവായിരിക്കണം. അവനെ ഏകത്വപ്പെടുത്തുന്ന അറിവായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല അർശിന്റെ ഉപരിയിലാണ്. യൻദുറു ഇലൈഹിം വയസ്മഅ കലാമഹും. അള്ളാഹു നമ്മെ നിരന്തരം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ സംസാരങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളായിരിക്കണം കുട്ടികളുടെ കാതുകളിൽ മുഴങ്ങി കേട്ടുകൊണ്ടേയിരിക്കേണ്ടത്. വഹുവ മഅഹും ഐനമാ കാനൂ. അവരെവിടെയായിരുന്നാലും അവരുടെ കൂടെ അവരുടെ റബ്ബുണ്ട് എന്നുള്ള ആ ബോധ്യം അവർക്ക് നാം ഉണ്ടാക്കി കൊടുക്കണം. ഇതാണ് ഒരു പിതാവ് ശരിക്കും ചെയ്യേണ്ട കാര്യം. ഇതാണ് അമ്പിയാക്കളുടെയും മുർസലീങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖിസ്സയിലും സീറയിലും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ലുഖ്മാൻ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് നിറഞ്ഞു നമുക്ക് കാണാൻ കഴിയും. ഈ വിഷയത്തിൽ അവർ കാണിച്ചിട്ടുള്ള തൽപരത നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരായിരിക്കും നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന മക്കളായി തീരുക. എന്നാൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും നമ്മുടെ ദൈതനെങ്കിൽ അവർക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന പുസ്തകങ്ങളും അവരെ നമ്മൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമെങ്കിൽ അതിന് മാത്രമാണ് കൂടുതലായി നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് വളരെ വലുതാണ്. കാരണം ഈ ഭൗതികമായ വിദ്യാഭ്യാസം അതിലൂടെയാണ് എല്ലാ ആളുകളും, ഇന്നത്തെ ഭൗതികമായ വിദ്യാഭ്യാസത്തിന്റെ സംവിധാനങ്ങളിലൂടെയാണ് എല്ലാ ആളുകളും ചീത്ത വരുന്നത്. എല്ലാ മനുഷ്യരും യഥാർത്ഥ ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത്. എന്നിട്ട് വളരെ ചെമ്മാടിയായി തീരുന്നത്. നോക്കുമ്പോ പ്രത്യക്ഷ രൂപത്തിൽ നോക്കുമ്പോ നല്ല വേഷം അണിഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ നല്ല ഒരു സംസ്കാരമുള്ള ആളാണെന്ന് തോന്നും. പക്ഷെ അവരെക്കാളും ദുഷിച്ച ആളുകൾ ഉണ്ടാവുകയില്ല, മുനാഫിക്കുകളായിട്ടുള്ള ആളുകൾ ഉണ്ടാവുകയില്ല. ഇത് വാർത്തെടുക്കുന്നത് ഇന്നത്തെ ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസങ്ങളാണ്. അതുപോലെ തന്നെ അത്തരക്കാരായിട്ടുള്ള ആ രൂപത്തിലുള്ള മക്കൾ അവരുടെ പിതാക്കളെ അവർ പഠിച്ച് വലിയ സ്ഥാനമാനങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അവരുടെ പിതാക്കളുടെ ഹക്കുകൾ അവർക്കറിയില്ല. അതുപോലെ തന്നെ മാതാക്കളുടെ ഹക്കുകൾ അവർക്ക് അറിയാതെ വരും. അതുപോലെ തന്നെ ഒരാൾ മരണപ്പെട്ടാൽ അവർക്ക് വേണ്ടി എന്താണ് ദുആ ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്ത അവസ്ഥയാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ പിതാക്കന്മാരെയും മാതാക്കളെയൊക്കെ ഒരു പഴഞ്ചരായിട്ട് കാണുകയും ഒരു ഭാഗത്ത് ഒരു മൂലക്കാക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല ഈ വിഷയത്തില് പണ്ഡിതന്മാർ സംസാരിച്ചിട്ടുള്ളത് ഇന്നത്തെ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ സംവിധാനങ്ങളിലേക്ക് നമ്മുടെ മക്കളെ അയക്കുന്നത് അത് മതപരമായിട്ട് ഒരുപാട് രൂപത്തിൽ ഹറാമാണെന്നുള്ളതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അതിലൊന്നാമത്തെ കാര്യം എന്താണ്? ഇന്നത്തെ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ സംവിധാനങ്ങൾ ആരാണ് അത് ഉണ്ടാക്കുകയും അത് സംവിധാനിക്കുകയും ചെയ്തിട്ടുള്ളത്? തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ ശത്രുക്കളാണ്, അൽമാനികളാണ്. അഥവാ അൽമാനികൾ എന്ന് പറഞ്ഞാൽ സെക്യുലറിസ്റ്റുകളാണ്. ഈ രാജ്യങ്ങളുടെ എല്ലാം തന്നെ വിദ്യാഭ്യാസം അതിന്റെ സംവിധാനങ്ങൾ അതിനെ നിയന്ത്രിക്കുന്നത് സെക്യുലറിസ്റ്റുകളാണ്. അവരതിലൂടെ പഠിപ്പിക്കുന്നത് കുഫറും അതുപോലെ തന്നെ ഷിർക്കും തുടർന്നുള്ള എല്ലാ ഇസ്ലാമിക വിരുദ്ധമായിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെയാണ് ഈ വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികൾ അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ മറപ്പിക്കുക, ഭൗതികതയിലേക്ക് കുട്ടികളുടെ ചിന്തകളെ മുഴുവൻ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അവരുടെ സംവിധാനത്തിന്റെ ആകത്തുക. എന്താണ് അൽമാനികൾ എന്ന് അല്പം വിശദീകരിക്കാം. അൽമാനികൾ എന്ന് പറഞ്ഞാൽ അഥവാ സെക്കുലറിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ ചിന്താരീതി എന്നുള്ളത്
മതം എന്നുള്ളത് ഒരാളിൽ മാത്രം ഒതുങ്ങിയാൽ മതി. അതുപോലെ തന്നെ ഓരോ വ്യക്തികളുടെ അല്ലെങ്കിൽ അവരുടെ ആരാധനാലയങ്ങളിൽ മാത്രം ഒതുങ്ങിയാൽ മതി. പൊതുവിഷയങ്ങളിൽ മതത്തിന് സംസാരിക്കാനോ ഇടപെടേണ്ടതോ സംസാരിക്കേണ്ടതോ ഇല്ല എന്നുള്ള ചിന്താഗതിയാണ് സെക്യുലറിസം എന്നുള്ളത്, അതോ അൽമാനിയ എന്നുള്ളത്. അതിന് രൂപം നൽകിയ ആളുകൾ ജൂതന്മാരാണ്. ജൂതന്മാരിൽ ഫ്രീമേഴ്സൺ എന്ന് പറയുന്ന മാസൂനികളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ ദീനിനെ തകർക്കലാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ അവർ എല്ലാ രംഗങ്ങളിൽ നിന്നും ദീനുൽ ഇസ്ലാമിനെ ഘട്ടം ഘട്ടമായിട്ട് നീക്കിക്കളഞ്ഞു. എല്ലാ മതത്തെയും നീക്കിക്കളഞ്ഞു. ബിദ്ദാത്ത് ദീനുൽ ഇസ്ലാം. അവരുടെ ലക്ഷ്യം, അവരുടെ ഹദഫ് ദീനുൽ ഇസ്ലാമാണ്. അങ്ങനെ ഭരണരംഗത്ത്, ഉദാഹരണമായി ഭരണം എന്നുള്ളത് തീർത്തും അതില് വിശദമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിയമസംഹിത വെച്ച് തന്നിട്ടുണ്ട്. ആ നിയമസംഹിതയെ തീർത്തും ഇല്ലാതാക്കിക്കൊണ്ട് അതിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഭൗതികമായിട്ടുള്ള വിഷയങ്ങളിൽ അറിവുള്ള ആളുകൾ അവർ ഉണ്ടാക്കിയ നിയമങ്ങളെ നമ്മൾ സ്വീകരിക്കണമെന്നാണ് അവർ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം. അതാണ് ഇന്ന് എല്ലാ രാജ്യങ്ങളിലും സംഭവിച്ചിട്ടുള്ളത്. എത്രത്തോളം ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും അവിടെ ഇസ്ലാമിക ഭരണകൂടങ്ങൾ, അവിടെ ഇസ്ലാമിക നിയമങ്ങൾ, ശരീഅത്തുകൾ അത് വളരെ ആ ഒരു പേരിൽ മാത്രമേ ഉള്ളൂ, ഫലത്തിലില്ല, അല്ലെങ്കിൽ തത്ബീഖിലില്ല. മറിച്ച് എല്ലാവരും പിൻപറ്റുന്നത് ഈ അൽമാനികൾ ഉണ്ടാക്കി കൊടുത്ത അവരുടെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഡെമോക്രാസിയെയാണ്, അഥവാ ഡെമോക്രസി, ജനാധിപത്യത്തെയാണ് പിൻപറ്റുന്നത്. ജനാധിപത്യം എന്നുള്ളത് ഇസ്ലാമിന്റെ നേരെ വിപരീതമായിട്ടുള്ള കാര്യമാണ്. ഇസ്ലാമിനെ എല്ലാ നിലക്കും എതിരാകുന്ന കാര്യമാണ്. അപ്പൊ ഭരണരംഗത്തിൽ നിന്ന് ഇസ്ലാം പോയി. ഇന്ന് മുസ്ലിമീങ്ങൾ മുഴുവൻ തന്നെ ജനാധിപത്യത്തിന്റെ പുറകിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈജിപ്ത്, യമന്, അത് ലുബ്നാന്, ഇങ്ങനെയുള്ള ഏതൊക്കെ മുസ്ലിം രാജ്യങ്ങളുണ്ടോ അവിടെ എല്ലാം തന്നെ ഭരണത്തിലേക്കുള്ള വഴികളും ഭരണം അല്ലെങ്കിൽ നിയമങ്ങൾ നിശ്ചയിക്കുന്നതും എല്ലാം തന്നെ ജനാധിപത്യത്തിലൂടെയാണ്. എന്നാൽ ദീനുൽ ഇസ്ലാം എന്താണ് പഠിപ്പിക്കുന്നത്? ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, വിധി അല്ലാഹുവിനല്ലാതെ ഇല്ല. വിധിക്കാനുള്ള അവകാശം അല്ലാഹുവിന് മാത്രമാണ്. വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ കാഫിറൂൻ. അല്ലാഹു ഇറക്കിയത് കൊണ്ട് ആര് വിധിക്കുന്നില്ലയോ അവർ തന്നെയാണ് കാഫിറുകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ദീനുൽ ഇസ്ലാം എന്നുള്ളത് മലമൂത്ര വിസർജന മര്യാദകൾ പോലും വളരെ വിശദമായിട്ട് പഠിപ്പിച്ചു തന്ന ദീനാണ് ദീനുൽ ഇസ്ലാം. ദീനുൽ ഇസ്ലാമിൽ അതിൽ പോലും വിശദമായ നിയമങ്ങളാണ് ഉള്ളത്. പിന്നെ പൊതുവിഷയങ്ങളിൽ എങ്ങനെയായിരിക്കും ഇസ്ലാമിന്റെ സംസാരങ്ങളും ഇസ്ലാമിന്റെ നിയമങ്ങളും എത്രയായിരിക്കും? വളരെ വിശദമായിട്ടുള്ളതാണ്. ഇൻ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നാം നിങ്ങൾക്ക് ദീൻ പൂർത്തീകരിച്ചു തന്നിട്ടുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായ ദീനാണ് ദീനുൽ ഇസ്ലാം. ദീനുൽ ഇസ്ലാമിന്റെ എല്ലാ രംഗങ്ങളും പരിപൂർണമാണ്. വേറെ ഒരു ചിന്താഗതിയിലേക്ക് മനുഷ്യർക്ക് ആവശ്യമില്ല. മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അലല്ലാഹിൽ ബയാൻ, ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ കാര്യം, അള്ളാഹുവിന്റെ മേലുള്ള ബാധ്യത അത് വിശദീകരിക്കുക എന്നുള്ളതാണ്. എന്താണ് ശരീഅത്ത്, നിയമങ്ങൾ എന്നുള്ളത് വിശദീകരിക്കലാണ് അള്ളാഹുവിന്റെ മേലുള്ള കാര്യം. വഅലർ റസൂലിൽ ബലാഗ്, റസൂലിന്റെ മേലുള്ള കാര്യം, ബാധ്യത അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. വഅലൈന തസ്ലീം, നമ്മുടെ മേലുള്ള ബാധ്യത അതിന് കീഴ്പ്പെടുക എന്നുള്ളത്. വേറെ ഒരു രീതികൾ പടച്ചുണ്ടാക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ മനുഷ്യർക്ക് അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല. അങ്ങനെ സംഭവിക്കുമ്പോൾ ദീനിനെയാണ് നമ്മൾ മാറ്റിവെക്കുന്നത്. അതിന് മാറ്റിവെച്ചുകൊണ്ട് കുഫാറുകൾ നമുക്ക് നൽകിയിട്ടുള്ള അവരുടെ സിസ്റ്റംസും അവരുടെ നിയമങ്ങളുമാണ് നമ്മൾ സ്വീകരിക്കുന്നത്.
അപ്പൊ നിയമരംഗത്ത് ഇസ്ലാമിനെ വലിച്ചെറിയപ്പെട്ടിട്ടുണ്ട്. രണ്ടാമതായിട്ട് വിദ്യാഭ്യാസ രംഗത്ത് മുഴുവൻ തന്നെ അതിന്റെ എല്ലാം തന്നെ നിശ്ചയിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞതുപോലെ ഈ കുഫാറുകളാണ്. എത്രത്തോളം മതവിദ്യാഭ്യാസങ്ങൾ പോലും അതിന്റെ എല്ലാ രീതികളും ഇന്ന് മുസ്ലിമീങ്ങൾ അവലംബിക്കുന്ന എല്ലാ രീതികളും കുഫാറുകൾ, അൽമാനികൾ, സെക്കുലറിസ്റ്റുകൾ നിർമ്മിച്ചു കൊടുത്ത രീതികളാണ് അവലംബിക്കുന്നത് എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. നിങ്ങൾക്കറിയുമോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ആരംഭിച്ചിട്ടുള്ളത് അറിവിനെ കുറിച്ചുള്ള കൽപ്പന കൊണ്ടാണ്. അതുപോലെ തന്നെ ഖുർആനിലുടനീളം നമുക്ക് അറിവിനെ കുറിച്ചുള്ള പ്രോത്സാഹനങ്ങളും അതിന്റെ രീതികളെ കുറിച്ചുള്ള വിശദമായ സംസാരങ്ങളും അതിൽ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ചൊക്കെയുള്ള വിശദമായ സംസാരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഹദീസുകളിലും അതേപോലെ തന്നെ. സ്വഹീഹുൽ ബുഖാരി നിങ്ങൾ എടുത്തു നോക്കുക. അതിന്റെ ആരംഭത്തിൽ തന്നെയുള്ള അധ്യായം കിതാബു ബദിഉൽ വഹ്യും ഈമാനും കഴിഞ്ഞാൽ കിതാബുൽ ഇൽമാണ്. വിശദമായി അറിവിനെ കുറിച്ച് സംസാരിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ അറിവ് സ്വീകരിക്കേണ്ടത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും, എങ്ങനെയാണ് നമ്മളത് മുഅല്ലിമുകളിൽ നിന്നത് പഠിപ്പിക്കേണ്ടത്, ഇതെല്ലാം വിശദമായി പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ പോലും ദീൻ പഠിപ്പിക്കുന്ന രംഗത്ത് പോലും നമ്മൾ അവലംബിക്കുന്നത് ഏതാണ്? ഈ കുഫാറുകളുടെ രീതികളാണ്, അവർ നിശ്ചയിച്ചു തന്ന രീതികളാണ്. അതുപോലെ തന്നെ നേരത്തെ അവർ പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദീൻ ആരാധനാലയങ്ങളിൽ ഒതുങ്ങിയാൽ മതി, പൊതുരംഗത്തേക്ക് വരേണ്ടതില്ല എന്നാണ് അവരുടെ ആശയം. മത ആരാധനാലയങ്ങളിൽ പോലും പള്ളികളിൽ പോലും അവലംബിക്കുന്ന രീതികൾ അവർ നിശ്ചയിച്ച രീതികളായി പോയി എന്നുള്ളത് സങ്കടകരമാണ്. നോക്കൂ, ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. പള്ളികളിലുള്ള മിമ്പറുകൾ സ്പീക്കിംഗ് സ്റ്റാൻഡുകളായി മാറിക്കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ മിമ്പർ ഏത് രൂപത്തിലാണ്? അത് 3 ദറജാത്തുകളാണ്, 3 പടികളാണ്. അത് മാറിക്കൊണ്ട് അവരുടെ രീതിയായിട്ടുള്ള സ്പീക്കിംഗ് സ്റ്റാൻഡുകൾ വന്നു. അതുപോലെ തന്നെ അവിടെ ഒരു മസ്ഊലിനെ തെരഞ്ഞെടുക്കുക, പള്ളിയുടെ നിയന്ത്രണം ഏൽപ്പിക്കുന്ന എന്തിലൂടെയാണ്? തെരഞ്ഞെടുപ്പിലൂടെയാണ്. അവിടെ പ്രസിഡന്റും സെക്രട്ടറിയും തെരഞ്ഞെടുപ്പും ഇതുപോലെ തന്നെ ഒരുപാട് ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങളുണ്ട്. ഇസ്ലാം എവിടെയും തെരഞ്ഞെടുപ്പിനെ ഒരു നേതൃത്വത്തിനുള്ള മാനദണ്ഡമായി നിശ്ചയിച്ചിട്ടില്ല. തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അവിടെ നമ്മൾ മാനിക്കുന്നത് എന്തിനെയാണ്? ഭൂരിപക്ഷത്തെയാണ്. ഭൂമിയിൽ അധികം ആളുകളെ നിങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചു കളയും. എവിടെയും ഇസ്ലാമിന്റെ ഭരണത്തെ കുറിച്ച് സംസാരിക്കുന്ന എവിടെയും ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ നേതാവിനെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയില്ല. ആ വിഷയത്തിൽ ഒരുപാട് ദീനിന് വിരുദ്ധമാകുന്ന കാര്യങ്ങൾ, ഇസ്ലാമിനെ ഹനിച്ചു കളയുന്ന കുഫറാകുന്ന കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. പണ്ഡിതന്മാർ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ എല്ലാവരും തന്നെ അവരുടെ ഗ്രന്ഥങ്ങളിലും അവരുടെ മുഹാദറാത്തുകളിലും എല്ലാം തന്നെ അവർ വിശദീകരിച്ചിട്ടുണ്ട് ഈ വിഷയം. അപ്പോ നമ്മുടെ സംസാരിച്ചു വരുന്ന കാര്യം ഷാഹിദ് എന്നുള്ളത് പഠന രംഗത്ത് ഈ സെക്കുലറിസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ള വിദ്യാഭ്യാസ സംവിധാനത്തിലാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ അയക്കുന്നത്. അതിലൂടെ പഠിച്ചു വരുന്ന കുട്ടികൾ അള്ളാഹുവിനെ മറന്നിട്ടുള്ള, ദുനിയാവിലേക്ക് അങ്ങേയറ്റം താല്പര്യമുള്ള കുട്ടികളായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളിലുള്ള പ്രശ്നങ്ങളിൽപ്പെട്ടതാണെന്ത്? എല്ലാ കൂട്ടുകെട്ടുകളും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നാടുകളിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുണ്ട്. ഒരു മുസ്ലിം വീട്ടിൽ നിന്ന് പോകുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ വളരെ ക്ലീൻ ആയിക്കൊണ്ട് പോകുന്ന ഒരു കുട്ടി,
ഹൃദയത്തിൽ കളങ്കങ്ങളൊന്നുമില്ലാതെ സ്കൂളിലേക്ക് പോകുന്ന ഒരു കുട്ടി അവിടെ വെച്ച് എല്ലാ കാഫറുകളെയും അവർക്ക് കൂട്ടുകാരായിട്ട് വരും. അതുപോലെ തന്നെ എല്ലാ ഫാസിഖുകളും ചെമ്മാടികളും എല്ലാ ഹറാമുകളും പ്രവർത്തിക്കുന്ന കുട്ടികളും കൂട്ടുകാരായിട്ടാണ് അവർ വരുന്നത്. ഇതൊരു കുട്ടിയുടെ ദീനിനെ വളരെ വലിയ രൂപത്തിൽ ബാധിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ഇത് കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാവരുടെ കാര്യത്തിലും ബാധിക്കും. ഒരു ഉദാഹരണം മാത്രം. അബൂ താലിബ് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായിട്ടുള്ള അബൂ താലിബ് മരണസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വേണ്ടി ആവർത്തിച്ച് പറയുന്നുണ്ട്. യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിതൃവ്യ താങ്കൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, കലിമതൻ ഉഹാജു ലക ബിഹാ ഇൻദല്ലാഹ്, ഒരൊറ്റ വാചകം അത് താങ്കൾ പറയുകയാണെങ്കിൽ അതുകൊണ്ട് ഞാൻ താങ്കൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ അടുക്കൽ ഞാൻ വാദിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണിത്. പക്ഷെ അദ്ദേഹത്തിനെ തടയാനുള്ള കാരണം എന്താണ്? ഈ ദീനുൽ ഇസ്ലാം എന്നുള്ളത് ദീനുൽ ഇസ്ലാമിനെ കുറിച്ചുള്ള കാര്യം ബോധ്യപ്പെടാത്തത് കൊണ്ടല്ല, ആ സത്യം ബോധ്യപ്പെടാത്തത് കൊണ്ടല്ല, ചീത്ത കൂട്ടുകാരുള്ളത് കൊണ്ടാണ്. അഥവാ അടുത്തുള്ള തന്റെ കൂട്ടുകാരായിട്ടുള്ള കുഫാറുകൾ അവരിലേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഹു അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ ഹക്കിലേക്ക് വരാൻ തടസ്സമായിട്ടുള്ളത് ചീത്ത കൂട്ടുകളാണ് എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദിൻ മിൻ ഖൈരി അദ്യാനിൽ ബരിയതി ദീന, മുഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ദീനാണ് സൃഷ്ടികൾ ദീനായിട്ട് അനുഷ്ഠിക്കുന്ന ദീനിൽ ഏറ്റവും ഉത്തമമായ ദീനെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് തടസ്സമാകുന്നത് ലൗലൽ മലാമതു വൽ ഹദാറു മസബ്ബതി, ആക്ഷേപവും അതുപോലെ തന്നെ ചീത്തവാക്കുകളും കൂട്ടുകാരുടെ ആക്ഷേപങ്ങളാണ് എനിക്ക് തടസ്സം നിൽക്കുന്നത് എന്നാണ് അബൂ താലിബ് പറഞ്ഞിട്ടുള്ളത്. ഇനി നേരെ വിപരീതമായിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആരാണ്? ഈ ഉമ്മത്തിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ള സഹാബിയാണ്, അല്ലെങ്കിൽ ഏറ്റവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് ആ മഖാമിലേക്ക് ഉയരാനുണ്ടായ കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സുഹ്ബത്താണ് അദ്ദേഹത്തിന് ആ വിധത്തില് അദ്ദേഹത്തിന്റെ ജീവിതത്തെ സ്വാധീനിച്ചത്. അപ്പൊ ഇവിടെ ഈ രണ്ട് സംഭവങ്ങൾ നമ്മൾ എടുത്തു നോക്കുക. അബൂ താലിബിന്റെ കാര്യവും അബൂബക്കറിന്റെ കാര്യവും. അബൂബക്കർ ഏറ്റവും ഉയർച്ചയുടെ ഏറ്റവും ദുർവത്തിൽ അദ്ദേഹം എത്തി, അതിന്റെ ഏറ്റവും പാരമ്യത്തിൽ അദ്ദേഹം എത്തി. അതിനുള്ള കാരണം ഏറ്റവും നല്ല കൂട്ടുകെട്ട്, നല്ല സഹവാസം. എന്നാൽ അബൂ താലിബ് നരകത്തിലേക്ക് കൂപ്പുകുത്താനുള്ള കാരണം എന്താണ്? ചീത്ത കൂട്ടുകെട്ട്. അതാണ് കാര്യം. അപ്പോ അറബിയിലെ ഒരു മസലാണ് അസ്സാഹിബു സാഹിബ്. അറബിയിലുള്ള ഒരു മസലാണ്, ഒരു പഴമൊഴിയാണ് അസ്സാഹിബു സാഹിബ്. കൂട്ടുകാരൻ എന്നുള്ളത് അവൻ തന്റെ ആദർശത്തിലേക്ക് എന്ത് ചെയ്യും? പിടിച്ചു വലിക്കും. തന്റെ രീതികളിലേക്കും തന്റെ സ്വഭാവങ്ങളിലേക്കും എന്ത് ചെയ്യും? കൂട്ടുകാരനെ എന്ത് ചെയ്യും? വലിക്കും എന്നുള്ളത്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ സൂക്ഷിക്കണം. ഈ നമ്മുടെ നാട്ടിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു കുട്ടിയെ അയച്ചു കഴിഞ്ഞാൽ അവന്റെ കൂട്ടുകെട്ടുകൾ മുഴുവൻ നമുക്ക് ഈ അർത്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അഥവാ കാഫറുകളും എല്ലാ ചെമ്മാടികളോടുമാണ് അവിടെ ഇടപഴകേണ്ടി വരിക എന്നുള്ളത്.
അതിലൂടെ ഒരു കുട്ടിയുടെ ദീനാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ഒന്നും അറിയാതെ, ചീത്ത കാര്യങ്ങൾ ഒന്നും അറിയാതെ സ്കൂളിലേക്ക് പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് തിരിച്ചു വരിക എല്ലാ ചീത്ത കാര്യങ്ങളുടെയും വഴികളും അതിനെക്കുറിച്ചെല്ലാം വിശദമായി അറിഞ്ഞുകൊണ്ടാണ് തിരിച്ചു വരുന്നത് കാണാൻ കഴിയുന്നത്. അവർ കൂടെ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നുള്ള സംസാരങ്ങൾ ഒരു പിതാവിന് കേൾക്കാൻ പറ്റാത്തതായിരിക്കും എന്നുള്ളതാണ് കാര്യം. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള വിദ്യാഭ്യാസ രീതിയിലുള്ള പ്രശ്നമാണ് ഇഖ്തിലാഫ് എന്നുള്ളത്. രണ്ട് ജിൻസുകൾ തമ്മിൽ അഥവാ ആണും പെണ്ണും തമ്മിൽ കൂടിച്ചേരുക എന്നുള്ളത് ഇസ്ലാം ഒരിക്കലും അത് അനുവദിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് വൈദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. നിങ്ങൾ സ്ത്രീകളോട് എന്തെങ്കിലും കാര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരു മറയ്ക്ക് കീഴിൽ നിന്ന് നിങ്ങൾ ആവശ്യപ്പെടണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ സ്കൂളുകളിലെല്ലാം മുസ്ലിമീങ്ങളുടെ പെൺകുട്ടികൾ വരുന്ന രീതി എന്നുള്ളത് തീർത്തും ഇസ്ലാമിക വിരുദ്ധമായ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ ആ രൂപത്തിലുള്ള ഇസ്ലാം വിലക്കിയിട്ടുള്ള സംസാരങ്ങൾ നടത്തിക്കൊണ്ടായിരിക്കും വരുന്നുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾ സംസാരിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഫലാ തഖ്ദഅന ബിൽ ഖൗൽ, നിങ്ങൾ മോഹിപ്പിക്കുന്ന വിധത്തിൽ താണുകൊണ്ട് നിങ്ങൾ സംസാരിക്കരുത്. സ്ത്രീകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാണ്. ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദ്, അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾ നിങ്ങളിലേക്ക് ആഗ്രഹിക്കുമെന്ന് പറഞ്ഞു. അത് പിന്നെ ഹറാമുകളിലേക്ക് എത്തിച്ചേരും. അപ്പൊ ഈ രൂപത്തിലെല്ലാം തന്നെ ദീനിയായിട്ട് ഹറാമാകുന്നുണ്ട് നമ്മുടെ കുട്ടികളെ നാട്ടിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അയക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ശരിക്കും നമ്മെ പ്രേരിപ്പിക്കുന്ന കാര്യം ഇതുപോലുള്ള സ്ഥാപനങ്ങളിലേക്ക് അയക്കാൻ? നമ്മുടെ കുട്ടികള് വലിയ ആളുകളാകണം, അവർക്ക് പേരും അതുപോലെ തന്നെ വലിയ പ്രതാപവും അവർക്ക് വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എങ്കിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഫഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ, എല്ലാ പ്രതാപവും അള്ളാഹുവിന്റെ അടുക്കലാണുള്ളത്. അവിടെ നിങ്ങൾ ഇസ്സത്ത് തേടുക. ഫത്ലുബു ഇൻദല്ലാഹി, അള്ളാഹുവിന്റെ അടുക്കല് നിങ്ങൾ അത് തേടുക. ഈ വിഷയത്തില് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഒരു ഖൗല്, അദ്ദേഹം അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് എന്ന സഹാബി അഥവാ ഷാമിലെ ഉമറിന്റെ കാലത്തുള്ള ഗവർണറാണ്. അദ്ദേഹത്തിന്റെ ആവശ്യപ്പെടൽ പ്രകാരം എന്ത് ചെയ്തു? ഉമർ ഷാമിലേക്ക് വന്നു. ആ വരുന്ന രൂപം എങ്ങനെയാണ്? സാധാരണ ഒരു അറബി എങ്ങനെയാണോ വരുന്നത് ആ രൂപത്തിലാണ് ഉമർ ഷാമിലേക്ക് മുന്നിട്ട് വരുന്നത്. അഥവാ ഒരു കയ്യിലെ ഒട്ടകത്തെ മൂക്കാറ് പിടിച്ചിട്ട് നടത്തിച്ചു കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ചെരുപ്പ് അഴിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? തോളിൽ വെച്ചിട്ടുണ്ട്, കക്ഷത്തിൽ വെച്ചിട്ടുണ്ട്. ഒരു കയ്യില് ഒട്ടകത്തിന്റെ മൂക്കയറുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ആരാണ്? ലോകത്തിന്റെ ഖലീഫയാണ്. പേര് കേട്ടാൽ പോലും സാമ്രാജ്യങ്ങൾ പോലും പേടിച്ചു വിറയ്ക്കുന്ന ഉമറാണ്. അപ്പൊ അദ്ദേഹത്തോട് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കൾ ഇങ്ങനെ ചെയ്താലേ അവരാരും നിങ്ങൾ ആദരിക്കൂല എന്ന് പറഞ്ഞു. ഇവിടെയുള്ള ആളുകൾ നിങ്ങൾ ആദരിക്കുകയില്ല, നിങ്ങളുടെ വില കുറഞ്ഞു പോകുമെന്ന് പറഞ്ഞു. അപ്പോ താങ്കൾ അവരുടെ മുമ്പിലൊന്ന് എന്ത് ചെയ്യണം? നല്ല രൂപത്തിലൊന്ന് നിൽക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതോ ഒരു പതിവിന് വിരുദ്ധമായ രൂപത്തിൽ നിൽക്കണമെന്ന്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞ മറുപടി എന്താണ്? ഇന്നാ കുന്ന അസല്ല ഖൗമിൻ ഖാബില ഇസ്ലാം, ഇസ്ലാമിന് മുമ്പ് നമ്മൾ ഏറ്റവും നിന്ദ്യരായിട്ടുള്ള ഒരു വിഭാഗമായിരുന്നു നമ്മളെല്ലാവരും. ഫഅഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ദീനുൽ ഇസ്ലാം കൊണ്ട് നമുക്ക് പ്രതാപം നൽകി. ഫമഹ്മാ ഇബ്തഗൈന അൽ ഇസ്സത ബിഗൈരി മാ അഅസ്സനല്ലാഹ് അസല്ലനല്ലാഹ്, അതിനാൽ എപ്പോൾ നമ്മൾ അള്ളാഹു നമുക്ക് പ്രതാപം നൽകിയ വഴിയിലൂടെ അല്ലാതെ നമ്മൾ പ്രതാപം തേടിയോ അള്ളാഹു നമ്മെ നിന്ദിക്കുമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ പ്രതാപത്തിന് ഇസ്സത്ത് ലഭിക്കാൻ
ഒരിക്കലും നമ്മൾ കാഫിറുകളുടെ മുമ്പിൽ എന്ത് ചെയ്യേണ്ടതില്ല, അവരുടെ ഏതെങ്കിലും രീതി നമ്മൾ കടമെടുക്കേണ്ടതില്ല. അത് വളരെ ചെറിയ സമയത്ത് പോലും നമുക്ക് അതിന്റെ ആവശ്യമില്ല. അള്ളാഹു പറഞ്ഞ രൂപത്തിൽ നമ്മൾ നിലകൊണ്ടു കഴിഞ്ഞാൽ തീർത്തും നമുക്ക് ഇസ്സത്ത് വരും. ഇന്ന് എന്തുകൊണ്ടാണ് നമ്മുടെ ഇസ്സത്ത്, പ്രതാപം നശിച്ചു പോകാനുള്ള കാരണം? അത് ദീൻ നമ്മൾ കൈയൊഴിഞ്ഞു. എന്നിട്ട് കുഫാറുകളുടെ പുറകിൽ നമ്മൾ പോയി. അവര് ദുനിയാവിന്റെ പുറകിൽ മത്സരിക്കുന്നത് പോലെ നമ്മളും മത്സരിക്കാൻ തുടങ്ങി. നമ്മൾ വിചാരിച്ചു ഈ ഭൗതിക വിദ്യാഭ്യാസങ്ങളിലാണ് എന്തുള്ളത്, പ്രതാപമുള്ളത്, അല്ലെങ്കിൽ ഈ സമ്പത്തുകളിലാണ് പ്രതാപമുള്ളത്, അല്ലെങ്കിൽ ഈ സംവിധാനങ്ങളിലും ഈ അവരുടെ ഈ തഖല്ലുഫുകളിലും കാപട്യങ്ങളിലും അവരുടെ ഈ കാട്ടിക്കൂട്ടുകളിലാണ് പ്രതാപമുള്ളതെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു. നമ്മളെല്ലാവരും തന്നെ ദീനുൽ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി തിരിച്ചു വരണം. അതിന്റെ വൃത്തത്തിൽ നമ്മൾ പൂർണ്ണമായിട്ട് ഒതുങ്ങി നിൽക്കണം. അവിടെ എല്ലാത്തിനും വിശദമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. അത് നമ്മൾ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം നന്നായി. നമുക്ക് ഇസ്ലാമിന്റെ ഇസ്സത്ത് പൂർണ്ണമായി തിരിച്ചു വരും. ഇസ്ലാമിന്റെ കയ്യിലായിരിക്കും അധികാരമുണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ ഇസ്ലാമിന്റെ ഐക്യം നിലവിൽ വരും. നമ്മുടെ കുടുംബവും നാടും എല്ലാം തന്നെ നന്നായി തീരും. എല്ലാ നിലക്കും നമുക്ക് ഉയർച്ച വരും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കേണ്ട കാര്യം ദീൻ പഠിപ്പിക്കുന്നതിലേക്ക് നമ്മൾ തിരിച്ചു വരണം. ഇന്ന് നമ്മുടെ കേരളത്തിലെ അവസ്ഥ എന്താണ്? അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് ബസീറത്തുള്ള ആളുകൾ അപൂർവമാണ്, അല്ലെങ്കിൽ കാണാൻ കഴിയാത്ത അവസ്ഥയാണ്. ഈ ദീനിന്റെ വിഷയത്തില് ഫത്വ പറയാൻ പറ്റുന്ന ആ ദർജയിലേക്ക് എത്തിയ ആളുകൾ അത് എന്റെ അറിവിലില്ല എന്നുള്ളതാണ് കാര്യം. അപ്പോ എന്നാലോ ഭൗതിക വിദ്യാഭ്യാസത്തില് അതിലെല്ലാ എല്ലാ ഫന്നിലും മുസ്ലിമീങ്ങളില് വലിയ എണ്ണമറ്റ ആളുകൾ നമുക്ക് കാണാൻ കഴിയും. ദീൻ നമ്മൾ വിട്ടുകഴിഞ്ഞു. അപ്പൊ നമ്മൾ ദീൻ പഠിപ്പിക്കുന്നതിലേക്ക് നമ്മൾ തിരിച്ചു വരണം. കുട്ടികളെ ദീനാണ് പഠിപ്പിക്കേണ്ടത്. തൗഹീദും അഖീദയും അള്ളാഹുവിന്റെ ദീനാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അൽ മാഹിറു ബിൽ ഖുർആനി മഅ സഫറത്തിൽ കിറാമിൽ ബററ. നമ്മളെ കുട്ടികളെ ദീൻ പഠിപ്പിച്ചാൽ അവർക്കുണ്ടാകുന്ന ശ്രേഷ്ഠതയാണ് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും പഠിച്ചാലും കിട്ടുന്നത്. അള്ളാഹുവിന്റെ ഖുർആനിൽ നിപുണന്മാരായിട്ടുള്ള ആളുകൾ ഖിയാമത്ത് നാളിലെ പുണ്യവാന്മാരെ മലക്കുകളോടൊപ്പം ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ യുഖാലു ലിഖാരിൽ ഖുർആൻ ഇർതഖി ഇഖറ വറത്തിൽ വർതഖി ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹാ. നീ ഓതുക, ഈണത്തിൽ നീ പാരായണം ചെയ്യുക, എന്നിട്ട് നീ കയറിപ്പോയിക്കൊള്ളുക. സ്വർഗത്തിലാണ് ഈ പറയുന്നത്. ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹാ. സ്വർഗത്തിൽ നിന്റെ സ്ഥാനവും നീ ഓതുന്ന അവസാനത്തെ ആയത്തിന്റെ അടുക്കലായിരിക്കും. അതുപോലെ തന്നെ ഈ വിഷയത്തില് അല്പം കൂടെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സലാക്ക് ശേഷം, ഇശാ നമസ്കാരത്തിന് ശേഷം ഇൻഷാ അല്ലാഹ് അതിനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അമ്മാ ബഅദ്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് കുട്ടികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ നിഅമത്തുകളാണ്, അല്ലെങ്കിൽ വലിയ നിഅമത്താണ്. അതുപോലെ തന്നെ അമാനത്തുമാണ്. ഈ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നമ്മെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉണർത്തിയിട്ടുണ്ട്. പക്ഷേ അതുപോലെ തന്നെ നമുക്ക് ആ വിഷയത്തിൽ ഒരുപാട് നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. പക്ഷേ മുസ്ലിം സമുദായം ഇന്ന്
നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ അടിസ്ഥാനത്തിലല്ല. മറിച്ച് ഒരുപാട് ദീനി വിരുദ്ധമായിട്ടുള്ള പഠന രീതികളിലേക്കും സ്ഥാപനങ്ങളിലേക്കുമാണ് കുട്ടികളെ അയക്കുന്നത്. ഇത് അമാനത്തിലുള്ള വലിയ വീഴ്ചയാണ് വന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ പഠന രീതിയുടെ പ്രശ്നങ്ങളും സ്ഥാപനങ്ങളിലെ ദീനിന് എതിരാകുന്ന രൂപങ്ങളെ കുറിച്ച് നമ്മൾ ചിലത് എന്ത് ചെയ്തിട്ടുണ്ട്, സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ അടിസ്ഥാനത്തില് ഈ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ രീതികളും ആ സ്ഥാപനങ്ങളും ഒക്കെ നിയന്ത്രിക്കുന്നതും അതിന്റെ എല്ലാവിധ സംവിധാനങ്ങളെല്ലാം തന്നെ അൽമാനികൾ അഥവാ സെക്യുലറിസ്റ്റുകൾ നിശ്ചയിച്ചു കൊടുത്തത് പ്രകാരമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇസ്ലാമിനെ തീർത്തും മാറ്റിവെക്കുന്ന, ഇല്ലായ്മ ചെയ്യുന്ന രീതികളാണ് അവരുടേത്. എന്നാൽ ഇവിടെ തന്നെ അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത്, ദീനി അറിവ് അഥവാ മതപരമായിട്ടുള്ള അറിവ്, ഇൽമ് കുട്ടികളെ പഠിപ്പിക്കുന്നതിന്റെ ഫضലാണ്. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. ആ വിഷയത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം നമ്മൾ പറഞ്ഞു. അൽ മാഹിറു ബിൽ ഖുർആനി മഅ സഫറത്തിൽ കിറാമിൽ ബററ. അതുപോലെ തന്നെ യുഖാലു ലിഖാരിഇൽ ഖുർആൻ ഇഖ്റ വറത്തിൽ വർതഖി ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹ. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ വന്ന ഹദീസാണ്, മതപരമായിട്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശ്രേഷ്ഠത വളരെ വലുതാണ്. ഇമാം ഹാക്കിമിന്റെ മുസ്തദ്റക്കിൽ വന്നിട്ടുള്ള ബുറൈദ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. മൻ ഖറഅൽ ഖുർആന വതഅല്ലമഹു വഅമില ബിഹി. ആര് ഖുർആൻ പാരായണം ചെയ്യുകയും അത് പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ ഉൽബിസ യൗമൽ ഖിയാമത്തി താജൻ മിൻ നൂരിൻ. ഖിയാമത്ത് നാളിൽ അയാൾക്ക് പ്രകാശം കൊണ്ടുള്ള ഒരു കിരീടം അണിയിക്കപ്പെടും. ദൗഉഹു മിസ്ലു ദൗഇസ് ശംസ്. ആ കിരീടത്തിന്റെ തിളക്കം, അതിന്റെ തിളക്കം എന്നുള്ളത് സൂര്യന്റെ തിളക്കം പോലെയാണ്. വയുക്സാ വാലിദാഹു ഹുല്ലതൈനി ലാ തഖൂമു ബിഹിമ ദുനിയ. അതുപോലെ തന്നെ ആ ഖുർആൻ പഠിക്കുകയും അതുകൊണ്ട് അമൽ ചെയ്യുകയും ചെയ്തിട്ടുള്ള ആ ആളുടെ മാതാപിതാക്കൾക്ക് ഖിയാമത്ത് നാളിൽ സ്വർഗത്തിലാണ് അവർ വരുന്നതെങ്കിൽ അവർക്ക് അവിടെ ഒരു വസ്ത്രം അണിയിക്കപ്പെടും. ഹുല്ലത്ത് എന്ന് പറഞ്ഞാൽ ഒരേ തുണി കൊണ്ടുള്ള, ഒരു തുണിയിൽ നിന്ന് തന്നെ മുണ്ടും അതുപോലെ തന്നെ മേൽക്കുപ്പായവും കുപ്പായവും അതുപോലെ തന്നെ തലപ്പാവും, ഇങ്ങനെയുള്ള ഒരു വസ്ത്രത്തിനാണ് എന്ത് പറയുന്നത്, ഹുല്ലത്ത് എന്ന് പറയുന്നത്. ഇനി സ്ത്രീകളാണെങ്കിൽ അവരുടെ എല്ലാം ഒരൊറ്റ വസ്ത്രത്തിൽ നിന്ന്, ഒരൊറ്റ തുണിയിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ, നിർമ്മിക്കുമ്പോൾ അതിന് ഹുല്ലത്ത് എന്ന് പറയും. അപ്പൊ ശരീരത്തിലെ മുഴുവൻ വസ്ത്രങ്ങളും ഒരൊറ്റ തുണിയിൽ ഉണ്ടാക്കുന്നതിനാണ്, അങ്ങനെയുള്ള വസ്ത്രത്തിനാണ് ഹുല്ലത്ത് എന്ന് അറബിയിൽ പറയാറുള്ളത്. അങ്ങനെ സ്വർഗത്തിൽ വെച്ചൊരു ഹുല്ലത്ത് അണിയിക്കപ്പെടും മാതാപിതാക്കൾക്ക്. ദുനിയാവില് ഇല്ലാത്ത ഒരു ഹുല്ലത്ത്, വളരെയധികം പ്രത്യേകത നിറഞ്ഞ ഒരു ഹുല്ലത്ത് അണിയിക്കപ്പെടും. ഖുസീന, എന്തിന്റെ പേരിലാണ് ഞങ്ങൾ ഇത് അണിയിക്കപ്പെട്ടതെന്ന് അവർ ചോദിക്കും. ഫയുഖാലു ബിഅഖ്ദി വലദികുമൽ ഖുർആൻ. നിങ്ങളുടെ കുട്ടി ഖുർആൻ പഠിച്ചതിന്റെ പേരിലാണെന്നാണ് പറയപ്പെടുക. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ അത് അവരുടെ ആരംഭത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ദീനി വിദ്യാഭ്യാസത്തിലേക്ക് വിടണം. അതാണ് പണ്ഡിതന്മാര് നമ്മോട് നിർദ്ദേശിച്ച കാര്യം. ഖാല ഇമാം ഇബ്നുൽ ജൗസി
رحمه الله: أما تدبير العلم فينبغي أن يحمل الصغير من حين يبلغ 5 سنين على التشاغل بالقرآن. ഇൽമിന്റെ കാര്യം, അതിന്റെ സംവിധാനം എന്നുള്ളത് കുട്ടികളെ നമ്മൾ ആരംഭത്തിൽ തന്നെ, ചെറുപ്പത്തിൽ തന്നെ നമ്മൾ പ്രേരിപ്പിക്കണം. 5 വയസ്സാകുമ്പോൾ തന്നെ ഇൽമിന് വേണ്ടി നമ്മൾ പ്രേരിപ്പിച്ചുകൊണ്ട് അയക്കണം. എന്തിനു വേണ്ടിയിട്ട്? അല തശാഗുലി ബിൽ ഖുർആൻ, ഖുർആനിൽ മുഴുകാൻ വേണ്ടിയിട്ട്. സമാഇൽ ഹദീസ്, ഹദീസ് കേൾക്കുന്നതിൽ മുഴുകാൻ വേണ്ടിയിട്ട്. വലിയഹ്സുല ലഹുൽ മഹ്ഫൂദാത്ത് അക്സറ മിനൽ മസ്മൂആത്ത്, അതുപോലെ തന്നെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ധാരാളം മനഃപ്പാഠമുണ്ടായി തീരാൻ വേണ്ടിയിട്ട്. അഥവാ വലിയ ആളുകൾ പഠിച്ചു കഴിഞ്ഞാൽ, പ്രായം വെച്ചതിന് ശേഷം പഠിച്ചു കഴിഞ്ഞാൽ കുറെ ആശയങ്ങളാണ് അവർക്ക് ലഭിക്കുക. കുറെ ധാരണകൾ ഉണ്ടാകുന്നു മാത്രം, മനഃപ്പാഠം ഉണ്ടാകൂല. എന്നാൽ കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആശയങ്ങളെക്കാളും എന്തുണ്ടാകും? മസ്മൂആത്തുകൾ ഉണ്ടാകും. അപ്പൊ ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യും? അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വ്യക്തമായ ആയത്തുകൾ ഉദ്ധരിക്കാൻ കഴിയും, ഹദീസുകൾ വേഗത്തിൽ വേഗത്തിൽ ഉദ്ധരിക്കാൻ കഴിയും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്, അൽ ഇൽമു ഫിസ്തിഗർ കന്നഖ്ശി ഫിൽ ഹജർ, ചെറുപ്പത്തിലുള്ള അറിവ് എന്നുള്ളത് കല്ലിൽ കുത്തിവെക്കുന്നത് പോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ പ്രേരിപ്പിക്കണം. ഈ വിഷയത്തിൽ ഒരുപാട് അയിമത്ത് സംസാരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇബ്നുൽ ജൗസി, ഇമാം സുയൂത്തി, ദഹബി പോലുള്ള പണ്ഡിതന്മാരെല്ലാവരും തന്നെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ ആ ശുദ്ധ ക്ലീനായ മനസ്സ് നിലനിൽക്കുന്ന സമയത്ത് നമ്മൾ ദീൻ പഠിക്കാൻ വേണ്ടി അയക്കണം. മറ്റുള്ള കലർപ്പുകൾ അതിലേക്ക് വന്നു ചേരുന്നതിന് മുമ്പായിട്ട് തന്നെ. കാരണം കലർപ്പുകൾ ഉള്ള മനസ്സിലേക്ക് ദീൻ, ഈ നൂറിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? യഥാർത്ഥ രൂപത്തിൽ, ദീനിന്റെ ആ പ്രകാശത്തിന് യഥാർത്ഥ രൂപത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വിഷയം അറിഞ്ഞുകൊണ്ട് തന്നെ ഖുർആൻ പഠിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ ദീനിയായിട്ടുള്ള അറിവ് പഠിക്കാൻ വേണ്ടിയും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അല്ലെങ്കിൽ പല ആളുകളും ദീനിനോട് താല്പര്യമുള്ള ആളുകൾ കുട്ടികളെ അയക്കാറുണ്ട്. പക്ഷെ അവരും വളരെ വലിയ കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. എന്താണ് ആ കാര്യങ്ങൾ? എവിടേക്കാണ് അയക്കുന്നത്? ബിദ്അത്തുകാരുടെ അടുക്കലേക്കാണോ തങ്ങളുടെ കുട്ടികളെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി അയക്കുന്നത് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം പല ആളുകളും ദീൻ പഠിക്കാൻ വേണ്ടിയിട്ട് സ്ഥാപനങ്ങൾ കണ്ടെത്താതെ വരുമ്പോൾ അയക്കുന്നത് ജമാഅത്ത് തബ്ലീഗിന്റെ അടുക്കലോ അല്ലെങ്കിൽ ബിദ്അത്തുകാരായുള്ള പല കക്ഷികളുടെ സ്ഥാപനങ്ങളിലേക്കോ ആണ് അയക്കുന്നത്. ഇവിടെ നമ്മൾ സൂക്ഷിക്കേണ്ടത്, ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അശ്ശൈഖുൽ മുഅല്ലിം വൽ മുഅദ്ദിബ് അബുർ റൂഹ്, ഒരു അധ്യാപകൻ, അദബ് പഠിപ്പിക്കുന്ന ആള്, ഷെയ്ഖ് എന്നുള്ളത് കൊണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തി, അധ്യാപകനായിട്ടുള്ള ഒരാൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആത്മാവിന്റെ പിതാവാണ്, അബുർ റൂഹ്. വൽ വാലിദു അബുൽ ജസദ്, അയാളുടെ പിതാവ് ശരിക്ക് അയാളുടെ ശരീരത്തിന്റെ രക്ഷാധികാരി മാത്രമേ ആകുന്നുള്ളൂ. ശരീരത്തിന് വേണ്ട കാര്യങ്ങൾ അയാൾ എന്ത് ചെയ്യുന്നു? അതിന്റെ പോഷണത്തിന്റെ കാര്യങ്ങളും വളർച്ചയുടെ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? അതുപോലെ തന്നെ വസ്ത്രം, ഇതുപോലുള്ള കാര്യങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്? ഒരു പിതാവ് ശ്രദ്ധിക്കുന്നത്. എന്നാൽ ഒരു അധ്യാപകൻ ഒരു കുട്ടിയുടെ റൂഹാണ് രക്ഷിച്ചെടുക്കുന്നത്. അതിന്റെ രക്ഷിതാവാണ് ആര്? ഒരു അധ്യാപകൻ. അതുകൊണ്ട് തന്നെ ആരാണ് നമ്മുടെ കുട്ടികളുടെ അബുർ റൂഹ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബിദ്അത്തുകാരായ ആളുകളുടെ അടുക്കലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുക എന്നുള്ളത് വളരെ ഗുരുതരമായ കാര്യമാണ്. ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ള കാര്യം, ലാ തുജാലിസു അഹ്ലൽ അഹ്വാ, ഹവയുടെ ആളുകളുടെ കൂടെ നിങ്ങൾ ഇരിക്കരുത്, ബിദ്അത്തുകാരായ ആളുകളുടെ കൂടെ നിങ്ങൾ ഇരിക്കരുത്. ഫഇന്ന മുജാലസതഹും മുംറിദത്തുൻ ലിൽ ഖുലൂബ്,
കാരണം അവരോടൊപ്പം ഇരിക്കുക എന്നുള്ളത്, അവരുടെ സംസാരങ്ങൾ കേട്ടുകൊണ്ട് അവരോടൊപ്പം ഇരിക്കുക എന്നുള്ളത് ഹൃദയത്തിന് രോഗമുണ്ടാക്കുന്നതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇമാം തബരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ബിദ്അത്തുകാരോടൊപ്പം ഇരിക്കാൻ പാടില്ല എന്നുള്ളതിൽ സലഫിന്റെ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്, അവർ ഏകോപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സലഫുകളിൽ ചിലർ പറഞ്ഞിട്ടുള്ളത്, എന്റെ മക്കളെ കള്ളുകുടിയന്മാരുടെ അടുക്കലേക്കും വ്യഭിചാരികളുടെ അടുക്കലേക്കും അയക്കുന്നതാണ് ബിദ്അത്തുകാരുടെ അടുക്കലേക്ക് അയക്കുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ബിദ്അത്താണ് മഅസിയത്തുകളെക്കാൾ, കള്ളുകുടി വ്യഭിചാരം പോലുള്ള പാപങ്ങളെക്കാളും ഗുരുതരമായിട്ടുള്ളത്. പക്ഷെ ഈ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഗൗരവം കാണിക്കുന്നില്ല. വളരെ വലിയ നിസ്സംഗത അല്ലെങ്കിൽ അതില് ലൂസായിട്ടുള്ള ഒരു സമീപനം നമുക്കുള്ളത്. കുട്ടികളെ തോന്നിയിടത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിപ്പിക്കാൻ അയക്കുന്നു എന്നുള്ളത്. ദീൻ പഠിപ്പിക്കാനാണെന്ന് നമ്മൾ ഒരു പക്ഷേ എന്ത് ചെയ്തേക്കാം, പറഞ്ഞേക്കാം. പക്ഷെ എന്ത് ദീനാണ് പഠിക്കുന്നത്? അള്ളാഹു നമുക്ക് എത്തിച്ചു തന്നത് യഥാർത്ഥ ദീനാണോ ആ ബിദ്അത്തുകാർ പഠിപ്പിക്കുക? ഒരിക്കലുമല്ല. കലർപ്പുള്ള ദീനാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പൊ ആ കാര്യം നമ്മൾ എന്ത് ചെയ്യണം, വളരെ ഗൗരവത്തിൽ തന്നെ കാണണം. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഒരു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി സൂക്ഷിക്കേണ്ട കാര്യം വല യതഅല്ലം ഇല്ല മിമ്മൻ കമുലത് അഹ്ലിയതുഹു. ഒരാൾ പഠിക്കേണ്ടത് തീർത്തും യോഗ്യത പൂർണ്ണമായിട്ടുള്ള ഒരു അധ്യാപകനിൽ നിന്ന് മാത്രമാണ്. വബഹറത് ദിയാനതുഹു, ദീൻ പ്രകടമായിട്ടുള്ള അധ്യാപകന്മാരിൽ നിന്ന് മാത്രമാണ്. വതഹഖഖത് മഅരിഫതുഹു, അറിവ് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള സത്യമായിട്ടുള്ള പുലർന്നിട്ടുള്ള ആളുകളുടെ അടുക്കൽ നിന്ന് മാത്രമേ നമ്മൾ പഠിക്കാൻ പാടുള്ളൂ. വസ്തഹറത് സിയാനതുഹു, മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ സുരക്ഷ അറിയപ്പെട്ടുള്ള ആളുകളിൽ നിന്ന് മാത്രമേ നമ്മൾ പഠിക്കാവുള്ളൂ. ഫഖദ് ഖാല ഇബ്നു സീരീൻ വമാലിക് ഇബ്നു അനസ് വഗൈറുഹുമാ ഇന്ന ഹാദൽ ഇൽമ ദീനുൻ. കാരണം ഇമാം ഇബ്നു സീരീനും മാലിക് ഇബ്നു അനസും പോലുള്ള സലഫുകൾ പറഞ്ഞിട്ടുണ്ട്, ഈ അറിവ് എന്നുള്ളത് മതമാണ്. ഫൻദുറു അമ്മൻ തഅഖുദൂന ദീനകും, അതുകൊണ്ട് നിങ്ങൾ നോക്കണം എവിടെ നിന്നാണ് നിങ്ങൾ ദീൻ സ്വീകരിക്കുന്നത് എന്ന്. അപ്പൊ വളരെ ഗൗരവത്തിൽ നമ്മൾ ഇത് കാണണം. ബിദ്അത്തുകാരുടെ അടുക്കലേക്ക് ഒന്നും പഠിക്കാൻ നമ്മൾ അയക്കാൻ പാടില്ല. കുഫാറുകളുടെ അടുക്കലേക്ക് തീരെ അയക്കാൻ പാടില്ല. ബിദ്അത്തുകാരുടെ അടുക്കലേക്കും നമ്മൾ അയക്കാൻ പാടില്ല. അതാണ് സലഫുകൾ ഏകോപിച്ചിട്ടുള്ള കാര്യം. ഇന്ന ഹാദൽ ഇൽമ ദീനുൻ. ഇത് ഇമാം മുസ്ലിമിലുള്ള അസറാണ്. മുസ്ലിമിന്റെ മുഖദ്ദിമയിൽ ആമുഖത്തിൽ നമ്മളൊന്ന് എടുത്ത് വായിച്ചു നോക്കി ഈ ഒരു അസർ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇന്ന ഹാദൽ ഇൽമ ദീനുൻ, ഈ അറിവ് മതമാണ്. ഫൻദുറു അമ്മൻ തഅഖുദൂന ദീനകും, അതിനാൽ ആരിൽ നിന്നാണ് ഈ ദീൻ നിങ്ങൾ സ്വീകരിക്കുന്നതെന്ന് നോക്കണം എന്നാണ് പറയുന്നത്. അപ്പോ ഫസ്തഖില്ലാഹ അയ്യുഹൽ വാലിദ്, നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഈ കാര്യത്തിൽ നമ്മൾ അമാനത്ത് തീർത്തും നിറവേറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, പുനഃപരിശോധന നടത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ പല ആളുകളും മതം പഠിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആൻ മനഃപ്പാഠമാക്കുക എന്നുള്ളതിൽ മാത്രം എന്ത് ചെയ്യുന്നത്, ഒതുങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് 1-2 വർഷം എന്ത് ചെയ്യും, ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി അയക്കും. അതോടുകൂടി അതിനെ മതിയാക്കുന്നതായിട്ടാണ് പല ആളുകളും ചെയ്യുന്നത്. അതോടുകൂടി ദീനിയായിട്ടുള്ള ഒരു വലിയൊരു ഭാഗം ഞാൻ പൂർത്തീകരിച്ചു, അല്ലെങ്കിൽ എന്റെ കുട്ടിയുടെ കാര്യത്തിൽ എന്റെ ബാധ്യത ഞാൻ നിർവഹിച്ചു എന്നാണ് വിചാരിക്കുന്നത്. അതിന്റെയൊക്കെ മുമ്പ് നമ്മൾ വിശദമായിട്ട് നമ്മുടെ വിശ്വാസം കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട്, അഖീദ പഠിപ്പിക്കേണ്ടതുണ്ട് എന്നതാണ് കാര്യം. ജുൻദുബ് ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്ന മഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനഹ്നു ഫിത്യാനുൻ ഹജാവിറ. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായിരുന്നു. ഞങ്ങൾ പ്രായപൂർത്തിയോട് അടുത്തിട്ടുള്ള യുവാക്കളാണ്, കുമാരന്മാരാണ്. ഫതഅല്ലംനാ മിൻഹുൽ ഈമാൻ,
അഗർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞങ്ങൾ ആദ്യമായിട്ട് ഈമാൻ പഠിച്ചു. ഖബ്ല അൻ നതഅല്ലമ അൽ ഖുർആൻ, ഖുർആൻ പഠിക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ ഈമാനാണ് പഠിച്ചിട്ടുള്ളത്. സുമ്മ തഅല്ലംന അൽ ഖുർആൻ, പിന്നീട് ഞങ്ങൾ ഖുർആനും പഠിച്ചു. ഫസ്ദദ്നാ ബിഹി ഈമാന, അപ്പോൾ ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിച്ചു. നേരത്തെ പഠിച്ച് ഉറച്ചിട്ടുള്ള ഈമാനിലേക്ക് ഖുർആൻ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിച്ചു. വഅൻതുമുൽ യൗം തുഅല്ലിമൂന അൽ ഖുർആന ഖബ്ല അൽ ഈമാൻ. പക്ഷെ നിങ്ങൾ ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? ജുൻദുബ് ഇബ്നു അബ്ദില്ല ശേഷം വന്നിട്ടുള്ള ആളുകളോട് പറയുന്ന കാര്യം, എന്നാൽ നിങ്ങൾ എന്താ ഇപ്പൊ ചെയ്യുന്നത്? ഖുർആനാണ് ആദ്യം പഠിപ്പിക്കുന്നത്. എന്തിനു മുമ്പായിട്ട്? ഈമാന്റെ മുമ്പായിട്ട്. അപ്പോ ഇതാണ് അവസ്ഥ. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദീനിയായിട്ട് വ്യക്തമായിട്ടുള്ള നിലപാടുകളും കാഴ്ചപ്പാടുകളും ഒന്നുമില്ല. ദീന്റെ അടിസ്ഥാന വിഷയങ്ങൾ ചോദിച്ചാല് നമുക്കും അറിയില്ല, കുട്ടികൾക്കും അറിയില്ല. ഇങ്ങനെയുള്ള വളരെ വലിയ ജഹലാണ് മുസ്ലിമീങ്ങൾ എന്ന് ഉള്ള കാര്യം. അതുപോലെ തന്നെ ആ കുട്ടികൾ എന്ത് ചെയ്യും? ഖുർആൻ മനപ്പാടാക്കി അങ്ങ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതങ്ങ് മറന്നു കളയും. അവരുടെ ദുനിയാവിന്റെ പഠിപ്പുകളിലേക്ക് പോകും. എന്നിട്ട് അല്പം ചില സൂറത്തിന്റെ നല്ല ഭംഗിയുള്ള ചില ഭാഗങ്ങൾ മാത്രം അവരുടെ മനസ്സിലുണ്ടാകും. എന്നിട്ട് എന്ത് ചെയ്യും? ഇമാമ് നിൽക്കാൻ വേണ്ടിയിട്ട് അവരെ തള്ളിക്കഴിഞ്ഞാൽ പതിവായിട്ട് ആ ഭാഗങ്ങൾ അവർ ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാകും? മറന്നിട്ടുണ്ടാകും. അപ്പോ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ കുട്ടികൾക്ക് സെലഫിയായിട്ടുള്ള വളരെ യോഗ്യതയെത്തിയിട്ടുള്ള അധ്യാപകന്മാരിലേക്ക് മതം പഠിപ്പിക്കാനാണ് നമ്മൾ അയക്കേണ്ടത്. ദീനിയായ അറിവും ദുനിയാവിയായ അറിവും തമ്മിൽ, ദുനിയാവും ആഖിറത്തും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. സ്വർഗവും ഈ ദുനിയാവിലുള്ള അനുഭൂതിയും തമ്മിൽ എന്ത് വ്യത്യാസം ഉണ്ടാകും? ആ ഏറ്റ വ്യത്യാസം, ശ്രേഷ്ഠതയുടെ വ്യത്യാസം ഉണ്ട് ദുനിയാവിന്റെ അറിവിനും ആഖിറത്തിന്റെ അറിവിനും ഉണ്ട്. പക്ഷെ പക്ഷെ നിങ്ങൾ മുൻഗണന കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ദുനിയാവിന്റെ ജീവിതത്തിന് വേണ്ടിയിട്ടും അതിന്റെ പഠനത്തിനും എല്ലാം തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? മാലി വലി ദുനിയ, എന്താണ് ഞാനും ദുനിയാവും തമ്മിലുള്ള കാര്യം? ഇല്ലാ കറാകിബിൻ ഇത്തവല്ല തഹ്ത ഷജറത്തിൻ സുമ്മ റാഹ അൻഹാ, ഒരു മരത്തിന്റെ കീഴിൽ എന്ത് ചെയ്തു? വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരു യാത്രക്കാരനെ പോലെ മാത്രമാണ് എനിക്കും ഈ ദുനിയാവും തമ്മിലുള്ള ബന്ധം. എന്നിട്ട് ആ മരത്തിന്റെ കീഴിൽ ആ യാത്രക്കാരൻ വിശ്രമിക്കും. എന്നിട്ട് ആ റാഹത്ത് എടുത്തു കഴിഞ്ഞാൽ വേഗം തന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യും? ലക്ഷ്യസ്ഥാനത്തേക്ക് എന്ത് ചെയ്യും? വേഗത്തിൽ തന്നെ കുതിക്കും. അതുപോലെയാണ് ഞാനും ദുനിയാവും തമ്മിലുള്ള ബന്ധം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അത്രേ നമ്മൾ കാണാൻ കഴിയാവൂ, അത്രേ നമ്മൾ കാണാൻ പാടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുവാവായിട്ടുള്ള അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനോട് പറഞ്ഞു, കുൻ ഫി ദുനിയ കഅന്നക ഗരീബ്, നീ ദുനിയാവില് ഒരു അപരിചിതനെ പോലെ ആയിത്തീരുക. ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ. വകാന ഇബ്നു ഉമർ യഖൂൽ, ഇബ്നു ഉമർ പറയാറുണ്ടായിരുന്നു, ഇദാ അസ്ബഹ്ത ഫലാ തൻതദിർ അൽമസാ, നീ നേരം പുറന്നു കഴിഞ്ഞാൽ വൈകുന്നേരമാകുമെന്ന് ഒരിക്കലും നീ എന്ത് ചെയ്യരുത്? കാത്തിരിക്കരുത്. വഇദാ അംസൈത ഫലാ തൻതദിർ അസ്സബാഹ്, വൈകുന്നേരമായാൽ രാവിലെയാകുമെന്ന് നീ കാത്തിരിക്കരുത്. നഅം വഖുദ് മിൻ സഹ്ഹതിക ലിമറദിക് വമിൻ ഹയാതിക ലിമൗതിക്, നിന്റെ ആരോഗ്യാവസ്ഥയിൽ രോഗം വരുന്ന സമയത്തേക്കുള്ളതൊക്കെ നീ സമ്പാദിച്ചു വെക്കുക. അതുപോലെ തന്നെ നിന്റെ ജീവിതകാലത്ത് മരണം വരുന്നതിനേക്കുള്ളത് നീ എന്ത് ചെയ്യുക? സമ്പാദിക്കുക എന്നാണ് ഇബ്നു ഉമറും അതിനു മുമ്പായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഈ കാര്യത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? മുന്നിട്ട് വരണം, ദീൻ പഠിപ്പിക്കുന്നതിലേക്ക്. അതുപോലെ തന്നെ ഭൗതികപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന്റെ നമ്മുടെ നാട്ടിലുള്ള സംവിധാനങ്ങൾ ദുനിയാവ് പാടെ പഠിപ്പിക്കാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. മറിച്ച് നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങൾ തീർത്തും എന്താണ്? ഇസ്ലാമിന്റെ തകർക്കുന്നതാണ്, ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ മതസ്ഥാപനങ്ങളായിട്ടുള്ളതെല്ലാം തന്നെ, അല്ലെങ്കിൽ അതിൽ ഭൂരിപക്ഷവും തന്നെ അവിടെ എന്തില്ല? ആ ഖീമത്തില്ലാത്തതാണ്, ആ ഒരു വാല്യൂ ഇല്ലാത്തതാണ്.
അതുപോലെ തന്നെ അവിടെ ബിദ്അത്തുകാരായിരിക്കും അതിന്റെ മസ്ഊലുകളായിട്ട് ചുമതലയിൽ ഉണ്ടായിത്തീരുന്നത്. ആ ഒരു അവസ്ഥയാണ് കൂടുതലായി കണ്ടെത്തുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. വളരെ സൂക്ഷിച്ചും അറിവുള്ള ആളുകളോട് ചോദിച്ചു മാത്രമേ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഖിയാമത്ത് നാൾ എന്ത് ചെയ്യും? കുട്ടികൾ നമ്മുടെ ശത്രുക്കളായിട്ട് വരും, നമുക്കെതിരെ സാക്ഷി പറയുന്ന ആളുകളായിട്ട് വരും. ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, അന്നേ ദിവസം ഒരാളിൽ നിന്ന് തന്റെ സഹോദരൻ അല്ലെങ്കിൽ ഒരാൾ തന്റെ സഹോദരനിൽ നിന്ന് ഓടിയകലും, വസഹിബതിഹി വബനീ വഉമ്മിഹി വഅബീ, തന്റെ പിതാവിൽ നിന്നും ഉമ്മയിൽ നിന്നും അതുപോലെ തന്നെ തന്റെ ഭാര്യയിൽ നിന്നും കുട്ടികളിൽ നിന്നും ഓടിയകലും. ലിക്കുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നു യുഗ്നീ, എല്ലാവർക്കും അന്ന് തങ്ങൾ എന്ത് ചെയ്യുന്ന തിരക്കിലാക്കുന്ന ശുഗലുണ്ടാകും, അശ്രദ്ധയിലാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകും, ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത്. അതുപോലെ തന്നെ അന്ന് ഓരോ മനുഷ്യരും ആഗ്രഹിക്കും, നഅം യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീ, ഒരു അക്രമം പ്രവർത്തിച്ചു പോയ ഒരാള് അന്നേ ദിവസം തന്റെ മക്കളെ പകരമായി കൊടുത്തുകൊണ്ട് നരകത്തിൽ നിന്ന് മോചനം ലഭിച്ചു എങ്കിൽ എന്ന് ആഗ്രഹിക്കും. അപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? നമ്മുടെ മക്കളെ തീർത്തും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു അമലായി തീർക്കാൻ സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇദാ മാത ഇബ്നു ആദം ഇൻഖത അമലുഹു, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ അമലുകളെല്ലാം മുറിഞ്ഞുപോയി. ഇല്ല മിൻ സലാസ്, 3 കാര്യങ്ങൾ ഒഴിച്ച്. സദഖത്തിൻ ജാരിയ ഔ അമലിൻ യുൻതഫഉ ബിഹി ഔ ഇൽമിൻ യുൻതഫഉ ബിഹി ഔ വലദിൻ സാലിഹിൻ യദ്ഉ ലഹു, ജാരിയത്തായിട്ടുള്ള സദഖത്ത്, അല്ലെങ്കിൽ ഉപകാരമെടുക്കപ്പെടുന്ന അറിവ്, അല്ലെങ്കിൽ തനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന കുട്ടി. ഇത് 3 ഒഴികെ എല്ലാ അമലുകളും മുറിഞ്ഞു പോകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും ഉത്തമമായതിലേക്ക് നമ്മൾ ലക്ഷ്യം വെക്കണം. അതാണ് സഹാബത്ത് ചെയ്തിരുന്ന രീതി. അവർ അതിനു വേണ്ടിയിട്ട് അങ്ങേയറ്റം പരിശ്രമിച്ചിട്ടുണ്ട്. സഹാബത്ത് അവരുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അഥവാ സമ്മാനങ്ങൾ വരെ കൊടുത്തുകൊണ്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്? ദീൻ പഠിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇമാം ഇബ്രാഹിം ഇബ്നു അദ്ഹം സലഫുകളിൽ ഏറ്റവും വലിയ ഒരു ജാഹിദാണ്. ജാഹിദിന് അഥവാ ദുനിയാവിൽ നിന്ന് പരിത്യജിച്ചിട്ടുള്ള, അതിൽ നിന്ന് അതിന്റെ ലസ്സാത്തുകളിൽ നിന്ന് മാറി നിന്നിട്ടുള്ള ഒരു വലിയ ഇമാമാണ്. അതിന് ഉദാഹരണമായിട്ട് പറയാറുള്ള ഒരു ഇമാമാണ് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് എങ്ങനെയാണ് ദീനിന്റെ രംഗത്തേക്ക് വരുന്നത്? അദ്ദേഹത്തിനോട് പിതാവ് പറഞ്ഞു, യാ ബുനൈ ഔതുലുബിൽ ഹദീസ്, കുട്ടി, പൊന്നുമോനെ, നീ പോയിട്ട് ഹദീസ് പഠിക്ക്. ഫകുല്ലമാ സമിഅത ഹദീസൻ വഹഫിദ്തഹു ഫലക ദിർഹം, നീ ഏതൊക്കെ ഹദീസ് നീ പഠിക്കുകയും മനപ്പാഠമാക്കുകയും ചെയ്തിട്ടുണ്ടോ അതിനുവേണ്ടി ഞാൻ നിനക്ക് ഒരു ദിർഹം തരും, ഓരോ ഹദീസിനും ഓരോ ദിർഹം തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദിർഹം എന്ന് പറഞ്ഞാൽ വെള്ളി നാണയം. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഫതലബ്തുൽ ഹദീസ് അലാ ഹാദാ, അങ്ങനെ ആ പ്രോത്സാഹനത്തിലാണ് ഞാൻ ഹദീസ് തേടാൻ തുടങ്ങിയത്. ആദ്യം പിതാവിന്റെ ആ പ്രേരണ പ്രകാരം, പിന്നീട് പിന്നീട് ഇൽമു എന്ത് ചെയ്യും? വിസമ്മതിക്കും. അള്ളാഹുവിന് വേണ്ടി മാത്രമേ ഞാൻ വഴങ്ങുള്ളൂ എന്ന് വിസമ്മതിക്കും. അങ്ങനെ അവരെന്ത് ചെയ്യാൻ തുടങ്ങും? അള്ളാഹുവിന് വേണ്ടി മാത്രം ഇൽമു നേടാൻ തുടങ്ങും. അപ്പോ ഇൽമിന്റെ കാര്യത്തില് താല്പര്യമില്ലാത്ത കുട്ടികളാണെങ്കിൽ ഇങ്ങനെ അവരെ പല രൂപത്തിൽ നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഈ രംഗത്തേക്ക് ഇറക്കണം. ഈ വിഷയത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അസർ കാണാൻ കഴിയും. അതുപോലെ തന്നെ റുബയ്യ ബിൻത് മുഅവ്വിദ് എന്ന സഹാബി വനിതയുടെ അസർ കാണാൻ കഴിയും. ഈ വിഷയത്തില് അഥവാ കുട്ടികളെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി പ്രോത്സാഹന സമ്മാനങ്ങളൊക്കെ കൊടുത്തതായിട്ട് കാണാൻ കഴിയും. അപ്പോ ആ കാര്യത്തിൽ നമ്മൾ അങ്ങേയറ്റം താല്പര്യം കാണിക്കുക. വബില്ലാഹി തൗഫീഖ്. പിന്നെ ഈ സന്ദർഭത്തിൽ എനിക്ക് ഉണർത്താനുള്ള ഒരു കാര്യമാണ്,
മംഗലാപുരത്ത് ഒരു 8 മാസത്തോളമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ് മർക്കസുൽ ഇമാം അബ്ദുറഹ്മാൻ ഇബ്നു യഹ്യ അൽ മുഅല്ലിമി. ആ സ്ഥാപനം അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ലോക സലഫി പണ്ഡിതന്മാരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചും അവരുമായിട്ട് സജീവ ബന്ധം പുലർത്തിക്കൊണ്ടുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർത്തും ദീനിയായിട്ടുള്ള അറിവിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ അതിൽ പ്രാധാന്യം ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനാണ്. കൂടെ അഖീദയും അതുപോലെ തന്നെ ഫിഖ്ഹും ഭാഷയും അറബി ഭാഷയും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തീർത്തും ഒഴിവില്ലാത്ത അല്ലെങ്കിൽ ഇടവേളകളോ അല്ലെങ്കിൽ ഒഴിവ് ഒന്നും തന്നെ ഇല്ലാതെ തുടർച്ചയായിട്ടുള്ള അറിവിന്റെ പഠന രീതിയാണ് അവിടെ എന്ത് ചെയ്യുന്നത് ഞങ്ങൾ അവലംബിച്ചു കൊണ്ടിരിക്കുന്നത്. പണ്ഡിതന്മാരിൽ നിന്ന് കണ്ടു ശീലിച്ച മുതിർന്ന പണ്ഡിതന്മാര്, ഇന്ത്യക്ക് പുറത്തുള്ള പണ്ഡിതന്മാര് സലഫുകളെ ഈ വിഷയത്തിൽ പിൻപറ്റിക്കൊണ്ട് കാണിച്ചു തന്നിട്ടുള്ള രീതികളാണ് എന്ത് ചെയ്യുന്നത് അവലംബിക്കുന്നത്. ആ വിഷയത്തില് അവരെന്ത് ചെയ്യുന്നുണ്ട് പിൻപറ്റാനുള്ള ഒരു ശ്രമമാണ് അവിടെ എന്ത് ചെയ്യുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആർക്കെങ്കിലും അവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ അയക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സമയത്ത് അറിയിക്കണം, അല്ലെങ്കിൽ പിന്നീട് ബന്ധപ്പെടണമെന്ന് അറിയിക്കുന്നു. വസല്ലല്ലാഹു വസല്ലം വബാറക് അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.